ഹായ്, ഞാൻ എല്ലാ യൂട്യൂബ് ചാനലിലെ പോലെ ഹലോ ഗൈസ് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, വേറെ എന്തെങ്കിലും പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കൺഫ്യൂഷനാട്ടോ. ഞാൻ തോന്നുന്നു ചെറിയൊരു ഔട്ടിങ്ങിനാട്ടോ. അതായത് കോഴിക്കോട് ബീച്ചിൽ. കോഴിക്കോട് ബീച്ച് പറഞ്ഞാൽ നമ്മൾ പണ്ടത്തെ ബീച്ചൊന്നുമല്ല മക്കളെ. ഒരുപാട് റൈഡ്സ് ഒന്നുണ്ട്. ഇപ്പം നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾക്കറിയില്ലേന്നാക്കും, പക്ഷെ ഞാൻ കുറേ കാലത്തിന് ശേഷം ഇപ്പോഴാണ് കേട്ടോ പോകുന്നത്. അതുകൊണ്ട് ഞങ്ങളൊരു സൺസെറ്റ് ടൈമിലാണ് എത്തിയുള്ളത്. അതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു ക്ലൈമറ്റ്. കുറേ തിരമാലകളും കുറേ ആൾക്കാരുണ്ടായിരുന്നു കളിക്കാനും. അതുകൊണ്ട് തന്നെ കുറച്ച് പെരുന്നാൾ തിരക്കും കൂടെ ആയതുകൊണ്ട് നല്ല ട്രാഫിക് ഉണ്ടായി. അവിടേക്ക് എത്താൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ട്. ഓട്ടോക്കാർ പോലും അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നില്ല. അത് കുറേ സൺസെറ്റ് കണ്ട് കുറേ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. എത്ര കടകളാണ് ഇപ്പോൾ ഉള്ളത്. ആൾക്കാരും സ്റ്റോളുകളും നിറഞ്ഞിട്ടുണ്ട് അവിടെ. എവിടെ സ്റ്റോളുണ്ട് അവിടെ ആൾക്കാരുണ്ട്, എവിടെ ആൾക്കാരുണ്ട് അവിടെ സ്റ്റോളുണ്ട്. അത്രയും എനിക്ക് തോന്നുന്നു പൂഴിനേക്കാൾ അവിടെ സ്റ്റോളാണ് കൂടുതലുള്ളതെന്ന്. കല്ലുമ്മക്കായയും ഉപ്പിലിട്ടതും പിന്നെന്തൊക്കെയാണ് അവിടെ ഉള്ളത്, ഐസ്ക്രീം എന്ന് പറയുമ്പോൾ. ആദ്യമൊക്കെ ഞാൻ പോയിട്ട് ഈ ഉപ്പിലിട്ടത് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ പോകുമ്പോൾ, ബീച്ചിൽ പോകുമ്പോൾ. ഇപ്പോൾ എന്താണെന്നറിയില്ല, പ്രായം കൂടുന്നതെന്ന് തോന്നുന്നു. ഉപ്പിലിട്ടൊന്നും എനിക്ക് വേണ്ട. അപ്പോൾ ഞങ്ങൾ കുറച്ച് കാടമുട്ടയും കുറച്ച് ഗ്രീൻ പീസൊക്കെ വാങ്ങി. ആ കാണുന്നത് എൻ്റെ മാമൻ്റെ മോള, എന്നെക്കാളും വലിയ യൂട്യൂബറാണ്. അപ്പോൾ ഞങ്ങളതൊക്കെ വാങ്ങിച്ചൊന്ന് കുറിച്ച്, എനിക്ക് തോന്നുന്നു ആ ടൈമിൽ ഇവളാന്ന് തോന്നുന്നുണ്ട് എന്നെക്കാളും വീഡിയോസ് എടുക്കാൻ തുടങ്ങിയത്. എന്നെക്കാളും ടിപ്സ് അവൾക്കറിയാം. പിന്നൊക്കെ ഞങ്ങളതൊക്കെ കുറച്ച് തിന്ന് ഞങ്ങൾ കുറേ ഒന്ന് ചില്ല് ചെയ്ത് ഞങ്ങൾ വീണ്ടും സ്റ്റോളിൽ കൂടെ നടക്കാൻ തുടങ്ങി. കണ്ടോ, എൻ്റെ ടേസ്റ്റേഴ്സാണ് അവർ. ഈ പണ്ടത്തെയൊക്കെ കുക്കറി ഷോയിലുണ്ടാവുമല്ലോ, ടേസ്റ്റ് ചെയ്യുന്ന എന്ത് കഴിച്ചാലും വാവ് പറയണ അങ്ങനത്തെ ഒരാൾക്കാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവരൊക്കെ നിന്ന് കളിച്ചിട്ട് നേരെ ബസ് സ്റ്റോപ്പിലേക്ക് പോയി. ബസ് സ്റ്റോപ്പിൽ നിന്നൊക്കെ ബസ് വരാൻ കുറേ ലേറ്റായി. അപ്പോൾ ഞങ്ങൾ കുറേ പട്ടി ഷോപ്പ് നടത്തി. അതിന് ശേഷം പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക്